അനിൽ, വലിയ ആവേശം നിറയാൻ പോകുന്ന 2020 ലോകകപ്പിന് ആരംഭിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം കാത്തിരിക്കെ കോഴിക്കോട്ടെ മലബാറിലെ ആരാധകരും വലിയ ആവേശത്തിലാണ്. ഇപ്പൊ ഞാനുള്ളത് ഒരു ക്രിക്കറ്റ് മൈതാനത്താണ്. അവരൊരു കളി കഴിഞ്ഞ് അതിന്റെ അതേ ആവേശത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ പ്രതീക്ഷകൾ എത്രത്തോളമായിരിക്കും എന്ന് നമുക്ക് ചോദിക്കാം. നിങ്ങളുടെ കളിയുടെ പ്രതീക്ഷ ഒരുപാടുണ്ട്. ഇന്ന് നടക്കാൻ പോകുന്ന ലോകകപ്പിലെ നിങ്ങളുടെ പ്രതീക്ഷ എത്രത്തോളം? ഒന്നും പറയാനില്ല. ഇപ്പൊ നിലവിലെ ഫോമില് ഇന്ത്യന്റെ ഈ ടീം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് എതിരാളികളില്ല. 100% പ്രതീക്ഷ പുലർത്തുന്നുണ്ട്, കപ്പടിക്കും. അതും പ്രത്യേകിച്ച് പാകിസ്ഥാൻ നമ്മൾ ക്ലിയർ ചെയ്യാനുള്ളത് എന്തായാലും. ഓക്കെ, നമുക്കൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ സഞ്ജു ഇന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, സഞ്ജുവിന്റെ നല്ലൊരു ഇന്നിങ്സ് ഇന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മലയാളികൾക്ക് മൊത്തം അതൊരു ആവേശമാവും. വേൾഡ് കപ്പിലേക്ക് ഇനി അങ്ങോട്ടും ഒരു പ്രചോദനമാവും. ഉണ്ടായിക്കില്ല എന്ന് അങ്ങനെ ഉണ്ടായിരുന്നുണ്ടോ? അത് ഒരു അഭിഷേകിന്റെ എന്തോ ഒരു ഇത് ഉണ്ടായിരുന്നു. ഇപ്പൊ ചാൻസ് ഉണ്ടെങ്കിൽ ലൈനപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? അടിപൊളി ലൈനപ്പാണ്. ഇന്ന് നമ്മൾ അടിച്ചമാതിരി കപ്പ് അടിച്ചമാതിരി ഇന്ത്യക്ക് വേൾഡ് കപ്പ് അടിക്കാൻ സാധിക്കട്ടെ. ആത്മവിശ്വാസം ഉണ്ട്, ഇന്ത്യ എന്തായാലും അടിക്കും. മികച്ച ടീമാണ്. മാക്സിമം ഇന്ത്യ എൻജോയ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഫൈനൽ അടിക്കും തന്നെയാണ് എന്റെ ഉറപ്പ്. അതായത് നമ്മള് ഇത് സഞ്ജുനെ പോലെ ഒരുപാട് പ്ലേയേഴ്സുകൾ നമ്മളെ കേരളത്തിൽ നിന്നും ഇനിയും ഒരുപാട് വരട്ടെ. ഓരോ ക്രിക്കറ്റിനെ നമ്മൾ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഇനിയുള്ള ജനറേഷനും സ്പോർട്സിലേക്ക് വളർത്തട്ടെ. ഓക്കെ, ഇന്ത്യ വേൾഡ് കപ്പ് അടിക്കാൻ പരിപൂർണ്ണ ഉറപ്പാണ്. എന്തായാലും ഇന്ത്യ പാസ്സാണ്. ഒന്നും പറയാനില്ല. ഇന്ത്യന്റെ ഈ ഒരു ക്ലാസ്, ഈ ഒരു ഫോം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ടീം ഇറക്കാനുള്ള ഒരു ലൈനപ്പ് ഇപ്പൊ ഇന്ത്യക്ക് ഉണ്ട്. ഇന്നൊരു വൺ സൈഡ് മാച്ചാണ് നടക്കാൻ പോകുന്നതാണ് ആരാധകർ. അത് ഇന്ത്യക്ക് എതിരാളികളില്ല. ഇന്ന് കുന്നുമ്മൽ സ്ട്രൈക്കേഴ്സിന് ഇവിടെ എതിരാളികളില്ലായിരുന്നു. അതേമാതിരി ഇന്ത്യക്ക് ഇവിടെ എതിരാളികളില്ല. അപ്പൊ എന്തായാലും ഇവിടെ നടന്ന ഈ കളിയോടാണ് അവര് ഉപമിച്ചുകൊണ്ട് പറയുന്നത് ഒരു ഏകപക്ഷീയമായ ഗെയിമായിരിക്കും ഇന്ന് ഇന്ത്യ കളിക്കുക എന്നാണ് പറയുന്നത്. അപ്പോ വലിയ വിജയ പ്രതീക്ഷയിലാണ് കോഴിക്കോട്ടെ ക്രിക്കറ്റ് ആരാധകരും. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ്. ഇന്ത്യ ആ കിരീടം ഉയർത്തുന്ന കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട് വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.